തീർന്നു. അമേരിക്കയുടെ കഥ എന്നേക്കുമായി അവസാനിക്കുകയാണ്. ഇറാനൊപ്പം റഷ്യ എന്ന വമ്പൻ ശക്തി ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ ഏത് പോലീസാണ് ഇറാനെ തൊട്ടു നോവിക്കാൻ സാധിക്കുക, അല്ലെ? ഇറാന്റെ പക്കലേക്ക് റഷ്യൻ നിർമ്മിത ബ്രഹ്മാസ്ത്രങ്ങൾ എത്തിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിഴൽ വിരിക്കുന്ന സംഭവം. ശത്രുവിന് കാണാനോ കേൾക്കാനോ കഴിയാത്ത ഡിജിറ്റൽ യുദ്ധമുറകളും ആകാശത്തെ അഗ്നിപർവ്വതമാക്കുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും കൈമാറുന്നതിലൂടെ അമേരിക്ക പടുത്തുയർത്തിയ ആഗോള സ്വാധീന വലയത്തെ തകർത്തെറിയാൻ ഇറാനെ റഷ്യ സർവസജ്ജമാക്കുകയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ. വരാനിരിക്കുന്ന കാലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ടാങ്കുകൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന യുദ്ധങ്ങൾക്കല്ല, മറിച്ച് റഷ്യ നൽകുന്ന ഈ അതിമാരകമായ കരുത്തിൽ ഇറാൻ നടത്തുന്ന അദൃശ്യമായ ആഗോള അട്ടിമറികൾക്ക് തന്നെയായിരിക്കും. റഷ്യയും ഇറാനും തമ്മിൽ രൂപപ്പെടുന്ന പുതിയ സൈനിക സാങ്കേതിക സഖ്യം കേവലം അതിർത്തികൾ സംരക്ഷിക്കാനോ പരസ്പരം ആയുധങ്ങൾ കൈമാറാനോ ഉള്ളതല്ല. വ്ളാഡിമിർ പുടിനും ഇറാനിലെ ഭരണകൂടവും കൈകോർക്കുമ്പോൾ അത് അമേരിക്കയുടെ ആഗോള ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സങ്കീർണമായ ഡിജിറ്റൽ നിഴൽ സേനയായിട്ട് തന്നെയാണ് മാറുന്നത്. ഭൗതികമായ അതിരുകൾക്കപ്പുറം സൈബർ ലോകത്തും രഹസ്യ സാങ്കേതിക വിദ്യകളിലും ഊന്നിയുള്ള ഈ യുദ്ധതന്ത്രം ലോകക്രമത്തെ തന്നെ മാറ്റിയെഴുതാൻ പോന്നതാണ് എന്നാണ് നമുക്ക് പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുതിയ സഖ്യത്തിന്റെ ഏറ്റവും ഭയാനകമായ വശം ഇത് പരമ്പരാഗത യുദ്ധരീതികളെ പാടെ അവഗണിക്കുന്നു എന്നതാണ്. ടാങ്കുകളും യുദ്ധവിമാനങ്ങളും അണിനിരക്കുന്ന പോരാട്ടങ്ങൾക്ക് പകരം ശത്രു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെയും ഊർജ വിതരണത്തെയും തകർക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കാണ് ഇവിടെ മുൻഗണന ലഭിക്കുന്നത്. റഷ്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ GRUവിൽ നിന്ന് ചോർന്ന രേഖകൾ സൂചിപ്പിക്കുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ഡിജിറ്റലായി നിർവീര്യമാക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി പദ്ധതികൾ തയ്യാറാക്കുന്നു എന്ന കാര്യമാണ്. ഇറാൻ വർഷങ്ങളായി പയറ്റുന്ന പ്രോക്സി യുദ്ധമുറകളും റഷ്യയുടെ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയും ചേരുമ്പോൾ അതൊരു മാരകമായ കിൽ മെഷീനായി മാറുകയാണ്. രഹസ്യമായി പ്രവർത്തിക്കുന്ന ഡ്രോൺ ശൃംഖലകൾ ഇതിന്റെ പ്രധാന ഭാഗവുമാണ്. ഉക്രൈൻ യുദ്ധത്തിൽ ഇറാന്റെ ഷഹീദ് ഡ്രോണുകൾ റഷ്യക്ക് നൽകിയ മേൽക്കൈ നമ്മൾ കണ്ടതാണല്ലോ. എന്നാൽ ഇനി വരാനിരിക്കുന്നത് ഇതിലും ഭീകരമായ സാങ്കേതിക വിദ്യകളാണ് എന്ന് ദ എക്കണോമിസ്റ്റ് പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും മുന്നറിയിപ്പ് നൽകുന്നു. ഊർജ മേഖലകളെ ലക്ഷ്യം വെച്ചുള്ള ഡിജിറ്റൽ ഓപ്പറേഷനുകളിലൂടെ ഒരു രാജ്യത്തെ മൊത്തമായി നിശ്ചലമാക്കാൻ ഈ സഖ്യത്തിന് അനായാസം സാധിക്കും. അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും നേരെ ഉയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ സഖ്യത്തിന്റെ അദൃശ്യതയാണ്. അതായത് ഒരു രാജ്യം നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം ഡിജിറ്റൽ ലോകത്തെ നിഴലുകളിൽ ഇരുന്ന് ശത്രുവിനെ തകർക്കുക എന്ന തന്ത്രമാണ് പുടിൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ പതിറ്റാണ്ടുകളായി അമേരിക്ക നിലനിർത്തിയിരുന്ന സ്വാധീനം ഇല്ലാതാക്കാൻ റഷ്യ ഇറാനെ ഒരു കരുവാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ ക്രിപ്റ്റോ കറൻസികളും ബദൽ ബാങ്കിംഗ് സംവിധാനങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ഡോളറിന്റെ ആധിപത്യം തകർക്കാനും ഇവർ ലക്ഷ്യമിടുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ റഷ്യ ഇറാൻ സഖ്യം രൂപീകരിക്കുന്നത് ഒരു പുതിയ തരം ശീതയുദ്ധത്തിനുള്ള വേദിയാണ് തുറക്കുന്നത്. ഇത് വെടിയുണ്ടകൾ കൊണ്ടുള്ള പോരാട്ടമല്ല, മറിച്ച് വിവര സാങ്കേതിക വിദ്യയും രഹസ്യ നീക്കങ്ങളും ആയുധമാക്കുന്ന ഒന്നാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകക്രമത്തെ തകർത്തുകൊണ്ട് ഒരു ബഹുധ്രുവ ലോകം കെട്ടിപ്പടുക്കാനുള്ള പുടിന്റെ നീക്കങ്ങൾക്ക് ഇറാന്റെ സൈബർ പ്രോക്സി ശേഷി വലിയ കരുത്തു തന്നെയാണ് പകരുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. വരും നാളുകളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിരുകളില്ലാത്ത അദൃശ്യമായ ഈ സാങ്കേതിക യുദ്ധത്തിന് തന്നെയായിരിക്കും. റഷ്യ ഇറാൻ സഖ്യം നിലവിലെ ആഗോള സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ കേവലം ഒരു സൈനിക ഭീഷണിയിൽ ഒതുങ്ങുന്നതല്ല എന്നതുകൂടി ഇവിടെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. അത് അമേരിക്കയുടെ സാമ്പത്തിക നയതന്ത്ര പ്രതിരോധ മേഖലകളെ ഒരുപോലെ ഉലയ്ക്കുന്ന ഒന്നാണ്. എങ്ങനെയൊക്കെയാണ് വാഷിംഗ്ടണിലെ ഇത് പ്രതിസന്ധിയിലാക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കിയാലോ. അതിൽ പ്രധാനമായി പറയാനുള്ളത് ഡോളറിന്റെ ആധിപത്യത്തിനേൽക്കുന്ന പ്രഹരത്തെ കുറിച്ചാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധം ഡോളർ അധിഷ്ഠിത ആഗോള സാമ്പത്തിക ക്രമമാണെന്ന് അറിയാവുന്നതാണ്. ഉപരോധങ്ങൾ വഴി ഒരു രാജ്യത്തെ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എന്നാൽ റഷ്യയും ഇറാനും ചേർന്ന് ഡോളറിനെ ഒഴിവാക്കിയുള്ള വ്യാപാര സംവിധാനങ്ങൾ, അതായത് ഡോളറൈസേഷൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ നിരവധി വീഡിയോയിൽ പറഞ്ഞതാണ്. ബാങ്കിംഗ് ഇടപാടുകൾക്കായിട്ട് സ്വിഫ്റ്റിന് പകരം തദ്ദേശീയമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഇവർ ഉപയോഗിച്ചു തുടങ്ങുന്നത് അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളുടെ മൂർച്ച കുറയ്ക്കുന്ന പ്രധാനപ്പെട്ട സംഭവമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പശ്ചിമേഷ്യയിലെ സ്വാധീനം നഷ്ടപ്പെടുന്നു എന്ന വസ്തുതയാണ്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ള സ്വാധീനം തകർക്കുക എന്നത് ഈ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക്, ഉദാഹരണത്തിന് ഹൂത്തികൾ, ഹിസ്ബുള്ള തുടങ്ങിയവർക്കൊക്കെ റഷ്യൻ സാങ്കേതിക വിദ്യയും രഹസ്യാന്വേഷണ വിവരങ്ങളും ലഭിക്കുന്നത് ആ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.
ചെങ്കടലിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഹൂതികൾക്ക് ലഭിക്കുന്ന റഷ്യൻ സാറ്റലൈറ്റ് വിവരങ്ങൾ ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമാണ് മറ്റൊന്ന്. ഇറാൻ റഷ്യക്ക് ഡ്രോണുകൾ നൽകുമ്പോൾ പകരം റഷ്യ നൽകുന്നത് സുഖോയ് 35 യുദ്ധവിമാനങ്ങളും S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമാണ്. ഇത് ഇറാന്റെ സൈനിക ശേഷിയെ കുതിച്ചുചാട്ടത്തിലേക്ക് നയിക്കുന്നു. ഇതോടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനോ അവരെ സൈനികമായി സമ്മർദ്ദത്തിലാക്കാനോ ഉള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെ നീക്കങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയാണ് ചെയ്യുന്നത്. ഇനി പറയാനുള്ളത് സൈബർ ലോകത്തെ അവരുടെ സംയുക്ത നീക്കങ്ങളെ കുറിച്ചാണ്. രണ്ട് രാജ്യങ്ങളും സൈബർ യുദ്ധമുറകളിൽ മികവ് തെളിയിച്ചവരാണ് എന്ന കാര്യം അറിയാമല്ലോ. ഇവർ ഒന്നിക്കുമ്പോൾ അമേരിക്കയുടെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് വൈദ്യുതി നിലയങ്ങൾ, ബാങ്കുകൾ, വോട്ടെടുപ്പ് സംവിധാനങ്ങൾ എന്നിവയൊക്കെ വലിയ ഭീഷണിയാണ് നേരിടുന്നത്. ഒരു വൻകിട യുദ്ധം പ്രഖ്യാപിക്കാതെ തന്നെ അമേരിക്കയെ അകത്തു നിന്ന് തളർത്താൻ ഈ ഡിജിറ്റൽ നിഴൽ സേനയ്ക്ക് അനായാസം സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്തു പറയാനുള്ളത്. നാറ്റോയെ ദുർബലപ്പെടുത്തുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് റഷ്യ ഇറാൻ സഖ്യം ശക്തിപ്പെടുന്നത് യൂറോപ്പിലെ അമേരിക്കൻ സഖ്യകക്ഷികളായിട്ടുള്ള നാറ്റോയുടെ ശ്രദ്ധ തിരിക്കാൻ കാരണമാകുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ ഇറാന്റെ സഹായം ലഭിക്കുന്നത് റഷ്യയെ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇത് അമേരിക്കയ്ക്ക് സാമ്പത്തികമായും അതുപോലെ തന്നെ സൈനികമായും വലിയ ബാധ്യതയാണ് വരുത്തി വെക്കുന്നത്. അതായത് അമേരിക്കയുടെ ആഗോള പോലീസ് പരിവേഷത്തെ ചോദ്യം ചെയ്യുകയും വാഷിംഗ്ടണിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പുതിയ ശക്തി കേന്ദ്രം രൂപീകരിക്കുകയുമാണ് ഈ സഖ്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ നേരിടുന്ന ഏറ്റവും വലിയ നയതന്ത്ര വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ സംശയം ഒട്ടുമില്ല. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കേവലം ഒരു ആയുധ ഇടപാടിൽ നിന്നൊക്കെ മാറി തന്ത്രപരമായ പങ്കാളിത്തം, അതായത് കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന നിലയിലേക്ക് വളർന്നിരിക്കുകയാണ് എന്ന കാര്യം മനസ്സിലായി കഴിഞ്ഞല്ലോ. സൈബർ, ഡ്രോൺ സഹായങ്ങൾക്ക് പുറമെ പല സുപ്രധാന സഹായങ്ങളാണ് നിലവിൽ ഇറാൻ റഷ്യയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ റഷ്യ ഇറാന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ ഇവിടെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തത് ഉപഗ്രഹ സാങ്കേതിക വിദ്യയും ബഹിരാകാശ സഹായവുമാണ്. ഇറാന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് റഷ്യ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. 2025 ഡിസംബറിലും 26 ജനുവരിയിലുമായി ഇറാന്റെ 3 പ്രധാന ഉപഗ്രഹങ്ങൾ റഷ്യയുടെ വോസ്റ്റോക്നി കോസ്മഡ്രോമിൽ നിന്ന് റഷ്യൻ റോക്കറ്റുകൾ ഉപയോഗിച്ച് വിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിൽ പായ എന്ന ഉപഗ്രഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അതിതീവ്രമായി ദൃശ്യങ്ങൾ പകർത്താൻ ശേഷിയുള്ളവയുമാണ്. ഇത് ഇറാന് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വലിയ സഹായമാണ് ഒരുക്കുന്നത്. മറ്റൊന്ന് മിസൈൽ പ്രതിരോധവും അത്യാധുനിക യുദ്ധവിമാനങ്ങളുമാണ്. ഇറാന്റെ ആകാശം സംരക്ഷിക്കാൻ സഹായിക്കുന്ന S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ഇതിനു പുറമെ റഷ്യയുടെ കരുത്തുറ്റ സുഖോയ് 35 യുദ്ധവിമാനങ്ങൾ കൈമാറുന്നതിനുള്ള കരാറുകളും പുരോഗമിച്ചു വരികയാണ്. ഇത് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇറാനെ പ്രാപ്തമാക്കുകയും ചെയ്യും. ആണവോർജ മേഖലയിലെ സഹായം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ഇറാന്റെ ബുഷർ ആണവ നിലയത്തിന്റെ വികസനത്തിൽ റഷ്യൻ കമ്പനിയായ റൊസാറ്റം നേരിട്ട് പങ്കാളിയാണെന്ന കാര്യം അറിയാമല്ലോ. 2026 മാർച്ചിലെ റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ റിയാക്ടറുകളുടെ നിർമ്മാണവും സാങ്കേതിക പരിപാലനവും റഷ്യ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ഇറാന് ഊർജ്ജ സുരക്ഷ നൽകുന്നതിനോടൊപ്പം തന്നെ റഷ്യൻ ശാസ്ത്രജ്ഞരുടെ സാന്നിധ്യം അവിടെ ഉള്ളതിനാൽ അമേരിക്കയ്ക്ക് ഈ കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക നീക്കം നടത്തുന്നത് ഏറെ പ്രയാസകരവുമാണ്. മറ്റൊന്ന് പുതിയ തലമുറ ഡ്രോണുകളുടെ കൈമാറ്റമാണ്. അതായത് ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ ഇറാൻ നൽകാൻ റഷ്യ പദ്ധതിയിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരം ഡ്രോണുകൾ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ജാമിങ് തകർക്കാൻ കഴിയില്ല എന്നത് ഇവയെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റുന്നുണ്ട്. ഇതാണ് റഷ്യയിൽ നിന്ന് ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന പുതിയ ആയുധം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക അതിജീവനത്തിനുള്ള സഹായമാണ്. അതായത് അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയും ഇറാനും ചേർന്ന് സ്വന്തമായി ഒരു ബാങ്കിംഗ് മെസ്സേജിംഗ് സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇത് സ്വിഫ്റ്റിന് പകരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. കൂടാതെ ഇറാനിലെ റെയിൽവേ ശൃംഖലകൾ വികസിപ്പിക്കുന്നതിനും ഊർജ്ജ വ്യാപാരത്തിനുമായി ശതകോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമാണ് റഷ്യ നടത്തിയിട്ടുള്ളത്. ഇറാനെ തളരാൻ സമ്മതിക്കാത്ത ഒരു രാജ്യം കൂടിയാണ് റഷ്യ. ഇത്തരത്തിൽ സൈനിക, സാമ്പത്തിക, സാങ്കേതിക വിദ്യ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും റഷ്യ നൽകുന്ന പിന്തുണ ഇറാനെ ഒരു പ്രാദേശിക ശക്തിയായി ഉറപ്പിച്ചു നിർത്താൻ ഇവിടെ സഹായിക്കുന്നുണ്ട്. ഇത് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിനു പുറമെയാണ് ഇപ്പോൾ മറ്റൊരു യുദ്ധമുറ കൂടി അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.